കപ്പ മരക്കിഴങ്ങെന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഈ മരച്ചീനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു തരം ഭക്ഷണമാണ്. പക്ഷേ കുറേ നാളുകളായി അത് ഉദാഹരണത്തിന് മറ്റേ സയനൈഡിൻ്റെ കേസൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പേര് ഇതുപോലെ ഈ കപ്പയിനകത്ത് സയനൈഡ് വിഷമുണ്ടാകും. അതുപോലെ തന്നെ 1 കിലോഗ്രാം മരച്ചീനി കഴിക്കുമ്പോൾ തന്നെ ഒരാളെ കൊല്ലാനുള്ള വിഷം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്നൊക്കെ ഇതിൽ ഒരുപാട് പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എല്ലാവരും കുറേ വർഷങ്ങളായിട്ട് ഇതുപോലെ കപ്പയും മരച്ചീനിയൊക്കെ കഴിക്കുന്നതാണ്. എന്നിട്ട് പോലും കുറേ പേര് ആരും ഇങ്ങനെ മരിക്കുന്നതായിട്ട് നമുക്കൊന്നും അറിയാൻ പോലും കിട്ടുന്നില്ല. അപ്പോൾ ഈ പറയുന്നതൊക്കെ തെറ്റല്ലേ? പക്ഷേ അല്ല, ഇതിൻ്റെ അകത്ത് ശരിക്കും വിഷമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മാട്രിക്സ് മലയാളം ചാനലിലേക്ക് ഒരിക്കലും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും നമ്മൾ വളരെയധികം രുചികരമായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന കപ്പയെക്കുറിച്ച് അത്ര രുചികരമല്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ശരിക്കും നമ്മൾ പറയാൻ പോകുന്നത് കപ്പയിലെ വിഷത്തെക്കുറിച്ചാണ്, വിഷാംശത്തെക്കുറിച്ചാണ്. ഇതൊക്കെ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത്. അതായത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ കപ്പയിൽ വിഷമുണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ നമ്മൾ കന്നുകാലികൾക്കൊന്നും കപ്പയിലെ ഇലകളും അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ നല്ല സ്വാദിഷ്ടമായ രീതിയിൽ കപ്പ പല രീതിയിൽ കറി വെച്ചും മറ്റേ മരക്കിഴങ്ങ് വേറെ രീതിയിൽ കറി വെച്ചും പല കൂട്ടാനുണ്ടാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ കഴിക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വിഷം നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ കന്നുകാലികൾക്ക് മറ്റു ഇതിൻ്റെ ഇലയൊന്നും അധികം കൊടുക്കാറില്ല, കൊടുത്തുകൂടെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ആദ്യമേ ഞാൻ പറയാം, ഈ കപ്പയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തിയത് 19-ാം നൂറ്റാണ്ടിലാണ് വ്യാപകമായിട്ട് ഇത് ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഈ കപ്പയെന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികമായിട്ട് കൃഷി ചെയ്യുന്ന സാധനമേ അല്ലായിരുന്നു. അതായത് കപ്പ ഇവിടുത്തെ നാടൻ വിഭവമല്ല, വരുത്തനാണ്. എങ്ങനെ ഇവിടെ ഈ മരച്ചീനി വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൽ നമ്മളെ ഈ തിരുവിതാംകൂർ രാജവംശത്തിൽ വളരെയധികം ശക്തമായ ക്ഷാമമുണ്ടായി നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് എല്ലായിടത്തും അത് ശക്തമായ ക്ഷാമമായിരുന്നു. അല്ലെങ്കിൽ തന്നെ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഈ 19-ാം നൂറ്റാണ്ടും അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഒരു ഏറെക്കുറെയുള്ള സമയകാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ചുമ്മാ കിടക്കുന്ന ഈ മരക്കിഴങ്ങ് പോലും തോണ്ടിയെടുത്തുകൊണ്ട് പോയി കഴിച്ച് വിഷപ്പടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അന്ന് അത്രയ്ക്ക് ദാരിദ്ര്യവും പട്ടിണിയും കിടന്ന ഒരു നാടായിരുന്നു. അപ്പോൾ ആ ദാരിദ്ര്യവും പട്ടിണിയും ഇടയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന നെല്ലും അതുപോലെ തന്നെ വിളകളും കൊണ്ട് ഈ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോഴാണ് നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിലെ വിശാഖം തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്ന ഒരു രാജാവ് ഈ കപ്പ, അതായത് മരച്ചീനി ശരിക്കും ബ്രസീലിയൻ ഫുഡാണ്. അതായത് സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിൽ ശരിക്കും അവിടെ കാലങ്ങളായിട്ട് അവിടെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭവമാണ് മരച്ചീനി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ളതല്ല, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിലുള്ളതല്ല, ലോകത്തിൻ്റെ മറ്റു വശത്തു നിന്ന് ഇവിടെ വരുത്തിയതാണ്. അതായത് നമ്മുടെ വിശാഖം തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്നത് ഒരു ബോട്ടണിസ്റ്റായിരുന്നു. സസ്യശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്യുന്ന ഒരാളായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മ. അദ്ദേഹമാണ് ഇതിവിടെ കൊണ്ടുവന്ന് വ്യാപകമായിട്ട് കൃഷി ചെയ്യിപ്പിച്ചത്. കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ ഒരുപാട് ഇത് എങ്ങനെ പാചകം ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും വച്ചിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു ഇത് പ്രത്യേക രീതിയിൽ, അതായത് ഇതിൻ്റെ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ പാചകം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കയ്പ്പ് മാറൂ, നല്ല രീതിയിൽ ഭക്ഷ്യയോഗ്യമാകുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ അന്നേ ആൾക്കാർക്ക് ഇത് അറിയാം, എന്താണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് അപ്പോൾ? പക്ഷേ ഇന്ന് നമ്മൾ ഭൂരിഭാഗം പേർക്കും ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത്, അതായത് ഇതിൻ്റെ അകത്ത് വിഷം ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാറുന്നതെന്ന് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകും. നമ്മൾ കിഴങ്ങ് പുഴുതെടുത്താൽ നേരെ തൊലി കളഞ്ഞ് തിന്നുകയല്ല ചെയ്യുന്നത്. സർവ്വസാധാരണമായി കേരളത്തിൽ ഉടനീളം ചെയ്യുന്ന ഒരു പാചക രീതിയാണ് കിഴങ്ങ് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് മുമ്പ് മരക്കിഴങ്ങ് ചെറിയ ചെറിയ കഷണമാക്കി കുറച്ച് നേരം വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകി കയ്പ്പ് മാറുന്നത് വരെ അത് ആവർത്തിക്കുന്നത്. അതിനുശേഷം നന്നായി വേവിച്ചാണ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കയ്പ്പിനും കിഴങ്ങിലെ വിഷവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. കിഴങ്ങിൽ ശരിക്കും അപകടകരമായ വിഷത്തിൻ്റെ രൂപത്തിലല്ല സയനൈഡ് അടങ്ങിയിരിക്കുന്നത്. ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്ന പൊതുവെ അറിയപ്പെടുന്ന തന്മാത്രകളുടെ ഭാഗമായി നിർവീര്യമാക്കപ്പെട്ട രീതിയിലാണ് അവ കിഴങ്ങിലുള്ളത്. ഇത്തരം സയനോ ഗ്ലൈക്കോസൈഡ് തന്മാത്രകൾ എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം കയ്പുള്ളതായിരിക്കും മരക്കിഴങ്ങ്. പ്രധാനമായും കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന അത്തരം 2 തന്മാത്രകളാണ് ലിനമാരിനും ലോട്ടോസ്ട്രോളിനും. സസ്യങ്ങൾക്ക് അത്യാവശ്യമായ നൈട്രജൻ ശേഖരിച്ച് വയ്ക്കാനും അത് സസ്യ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും സസ്യാഹാരികളായ ജീവികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാനുമാണ് ഇത്തരം അപകടകരമായ രാസവസ്തുക്കൾ കിഴങ്ങ് പോലുള്ള സസ്യങ്ങളിലെല്ലാം ഉള്ളത്. ഈ നിർവീര്യമായ വിഷം എങ്ങനെയാണ് ജീവികളിൽ ദോഷം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയാം, ലിനമാരിൻ എന്ന് പറയുന്ന ഈ ഒരു തന്മാത്ര ശരിക്കും ഒരു ദോഷവും ഉണ്ടാക്കുന്നതല്ല. എന്നാൽ കോശത്തിൻ്റെ അകത്ത് ലിനമാരിൻ ഉണ്ടെങ്കിൽ കോശഭിത്തിയിൽ ലിനമറേസ് എന്ന് പറയുന്ന ഇതിനെ വിഷമാക്കി മാറ്റാൻ കഴിവുള്ള മറ്റൊരു തരം രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. അതൊരു ജൈവ ഉൾപ്രേരകമാണ്, അല്ലെങ്കിൽ എൻസൈമാണ്. അപ്പോൾ ഈ സാധനം ജീവികൾ കടിച്ച് ചവച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ കോശങ്ങൾ തകരുകയും ഈ കോശഭിത്തിയിലുള്ള ലിനമറേസ് എന്ന് പറയുന്ന എൻസൈം ഉള്ളിൽ കടന്ന് ലിനമാരിനെ വിഘടിപ്പിച്ചിട്ട് അതിനെ സയനൈഡും മറ്റ് ഗ്ലൈക്കോസൈഡുമായിട്ട് വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ജീവികൾ ഈ സസ്യത്തിനെ തിന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ വിഷബാധ ഏൽക്കാനുള്ള സെറ്റപ്പാണ്.
അതായത് നമ്മൾ പച്ചയ്ക്ക് കിഴങ്ങോ ഇലയോ ചവച്ചരച്ച് കഴിക്കുമ്പോൾ കിഴങ്ങിൻ്റെ കോശങ്ങൾ പൊട്ടി ലിനമറേസ് എൻസൈം കോശത്തിൻ്റെ ഉള്ളിലുള്ള ലിനമാരിനെ വിഘടിപ്പിക്കുകയും ഹൈഡ്രജൻ സയനൈഡ് എന്ന മാരകമായ വിഷം പുറത്തുവിടുകയും ചെയ്യുന്നു. ഹൈഡ്രജൻ സയനൈഡ്, സോഡിയം സയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് എന്നീ സയനൈഡ് വിഷങ്ങൾ ശരീരത്തിലെ കോശങ്ങളുടെ ഓക്സിജൻ അല്ലെങ്കിൽ പ്രാണവായു സ്വീകരിക്കുന്ന രാസപ്രവർത്തനം തടയുകയും അതിൻ്റെ ഫലമായി ശരീരത്തിലെ കോശങ്ങളും അവയവങ്ങളും നശിച്ച് ആൾ മരണപ്പെടുകയും ചെയ്യും. 1 കിലോഗ്രാം കയ്പൻ കിഴങ്ങിൽ ഒരാളെ കൊല്ലാനോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ കഴിയുന്നത്ര വിഷമുണ്ടെന്നാണ് കണക്ക്. എന്നാൽ കിഴങ്ങ് തിന്ന് ആരും മരിച്ചതായി നമ്മൾ അധികം കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. മരച്ചീനി ലോകത്തിലെ എല്ലായിടത്തും പാചകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി പൊടിച്ചോ അരിഞ്ഞിട്ടോ ഉടച്ചിട്ടോ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കിഴങ്ങിലെ കയ്പ് മാറി കൂടുതൽ രുചികരമാവുന്നതാണ് കാരണം. അതായത് നേരത്തെ പറഞ്ഞ പോലെ കിഴങ്ങിലെ കോശങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് വെച്ച് തന്നെ നശിപ്പിക്കുന്നതിലൂടെ സയനൈഡ് വിഷം ആവിയായും വെള്ളത്തിൽ അലിഞ്ഞുമൊക്കെ കിഴങ്ങിൽ നിന്ന് പുറത്തു പോകും. കഞ്ഞിവെള്ളം കുടിക്കുന്നത് പോലെ നമ്മളാരും കിഴങ്ങൂറ്റിയ വെള്ളം കുടിക്കാത്തതിൻ്റെ കാരണം അത് ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ടാണ്. ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന ഏതാണ്ട് ഭൂരിപക്ഷം വിഷാംശവും കിഴങ്ങിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് ശേഷമാണ് നമ്മളത് നന്നായി പാചകം ചെയ്യുന്നത്. ഉയർന്ന താപനിലയിൽ കിഴങ്ങ് വേവിക്കുമ്പോൾ അതിൽ അവശേഷിക്കുന്ന ഭൂരിപക്ഷം സയനോജനിക് ഗ്ലൈക്കോസൈഡുകളും വിഘടിച്ച് ഹൈഡ്രജൻ സയനൈഡ് ആവുകയും ആവിയായും മറ്റും കിഴങ്ങിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. എങ്കിലും വളരെ ചെറിയൊരു അംശം വിഷം കിഴങ്ങിൽ കാണുവാൻ സാധ്യതയുണ്ട്. അതിനെ നിർവീര്യമാക്കാൻ കിഴങ്ങ് വിഭവങ്ങൾ കഴിക്കുമ്പോൾ പയർ ചെടികളും പച്ചക്കറികളും മറ്റ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ചേർത്ത് കഴിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ, അതായത് ശരിയായ രീതിയിൽ കിഴങ്ങ് നല്ലതായിട്ട് തയ്യാറായി കഴിച്ചില്ലെങ്കിൽ സയനൈഡ് വിഷബാധ ഏൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മളത് അറിയുകയില്ല. കാരണം വളരെ ചെറിയ അളവിലായിരിക്കും എന്തൊക്കെയായാലും വെട്ടിയായിരിക്കും നമ്മൾ കറിവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പച്ചയ്ക്ക് തിന്നുമ്പോഴും നമ്മുടെ ശരീരത്തിൽ സയനൈഡ് എത്തുന്നത്. ഒരുപാട് കാലം ചെറിയ അളവിൽ സയനൈഡ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലും ഈ പ്രൊലോങ്ഡ് യൂസ്, അതായത് ലോങ് ടേം സയനൈഡ് വിഷബാധ ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം അതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്നത് ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മുതൽ തലച്ചോറിലെ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് അറിയില്ല, നമ്മളത് ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ നമ്മൾ മരക്കിഴങ്ങ് നല്ല രീതിയിൽ തയ്യാറാക്കി കഴിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ മരക്കിഴങ്ങ് ഉൾപ്പെടുന്ന ചെടികളൊന്നും ഇതുപോലെ കിഴങ്ങ് ഉണ്ടാക്കി വയ്ക്കുന്നത് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല. ഇതുപോലുള്ള സസ്യങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ പിന്നീടത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു രീതിയാണ്. നമ്മുടെ ഒരു പ്രകൃതിയിലുള്ളൊരു രീതി മാത്രമാണ് ഈ കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അത് നമ്മൾ വെട്ടി കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു മൂലമാണ് ഈ നൈട്രജൻ. അപ്പോൾ ഈ നൈട്രജൻ കൂടുതൽ ഞാൻ ശേഖരിച്ച് വയ്ക്കുന്ന രീതി എന്ന് പറയുന്നത് സയനൈഡിൻ്റെ രൂപത്തിലാണ്. ഇത് ഈ എന്താണ് സയാനോ ഗ്ലൈക്കോസൈഡ്സിൻ്റെ രൂപത്തിലാണ് ഈ നൈട്രജൻ ഇതിൻ്റെ കിഴങ്ങിൽ ശേഖരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മളിപ്പം കൂടുതൽ രാസവളങ്ങൾ, അതായത് നൈട്രജൻ അടങ്ങിയ രാസവളങ്ങൾ കൂടുതലിട്ടാൽ ഈ കിഴങ്ങിൻ്റെ സൈസ് കൂടുന്നതും കൂടുതൽ വിളവ് കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഈ സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മരക്കിഴങ്ങ് പച്ചയ്ക്ക് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ മരുന്നിൽ വിഷമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് മരക്കിഴങ്ങ് കഴിക്കാതിരിക്കരുത്. അത് ഒരു കുഴപ്പമില്ല. അതായത് നമ്മൾ 2-3 വെള്ളം കഴുകുമ്പോഴും അതിനുശേഷം നമ്മൾ തിളപ്പിക്കുമ്പോഴും ഇതിനകത്തുള്ള ഏതാണ്ട് എല്ലാ വിഷങ്ങളും നിർവീര്യമായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രോട്ടീനും മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങളോ കഴിക്കുമ്പോൾ അത് നിങ്ങൾ വയറ്റിൽ പോയി അത് വീണ്ടും നിർവീര്യമായിട്ട് അതങ്ങ് പൊയ്ക്കോളും. ഒരിക്കലും അത് നിങ്ങളെ വലിയ കാര്യമായിട്ട് അത് ബാധിക്കാറില്ല. അതുപോലെ തന്നെ ഈ പച്ചയ്ക്കും മറ്റ് അതുപോലെ നല്ല രീതിയിൽ കഴുകാതെ നല്ല രീതിയിൽ തിളപ്പിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം വെച്ചാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, പച്ചയ്ക്ക് കഴിക്കാതിരിക്കുക. അപ്പം മരക്കിഴങ്ങിൻ്റെ ആ കാര്യം അത്രയേ ഉള്ളൂ. നിങ്ങൾ വേറെ അധികമായിട്ട് ഇൻ്റർനെറ്റിന് പ്രചരിക്കുന്ന മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആവശ്യമില്ലാതെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ കൂടുതൽ രസതന്ത്രപരമായിട്ട് കാര്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ. ഓക്കെ.